ഗൈസ്, നമ്മളിപ്പോൾ ദുബായ് ഐലൻഡിലാണ് നിൽക്കുന്നത്. ദുബായ് ഐലൻഡ്, ദുബായ് ഐലൻഡ് ഐലൻഡ് റിസോർട്ട്, ദുബായ് ഐലൻഡ് ബീച്ച്. ഇതാണ് ബീച്ച്, കണ്ടില്ലേ ഫ്രണ്ടിൽ. അവിടെയും ബീച്ചുണ്ട്, ഇവിടെയും ബീച്ചുണ്ട്. ദുബായ് ഐലൻഡ്. ഇവിടെ കുറെ അതെന്തൊക്കെ കാണുന്നത് സൈഡില് മാർക്കറ്റ് പോലെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല, അനാഥപ്രേതം പോലെ കിടക്കുന്നില്ല. ദുബായ് ഐലൻഡ് ബീച്ച് അവിടേക്ക് പോയോക്കല്ലേ. Is it a university? RIU? Sea Point Hotels. No, hotel RIU. It's a hotel. It's another university. RIT. ഇതാണ് ദുബായ് ഐലൻഡ്. ദുബായ് ഐലൻഡിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു ട്രീ പോലും ശരിക്കും ഡെസേർട്ട് തന്നെ അല്ലേ. അപ്പുറത്തെ സൈഡിൽ കുറെ ട്രീസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഫിനിഷായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് മറ്റേ ഇതാണ് എന്ത് ഇതാ ആ കാണുന്ന ബിൽഡിംഗ്, ആ കാണുന്നല്ല വെള്ള ബിൽഡിംഗ് കംപ്ലീറ്റ്. ആൾക്കാര് സ്റ്റേ ചെയ്ത് തുടങ്ങിയ ചെടികളൊക്കെ കാണുന്നുണ്ട് ബാൽക്കണി. ബീച്ച് ഫ്രണ്ട് ആയണ്ടേ ആളുകളെടുക്കും. ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. നല്ല ബിൽഡിംഗ് കേട്ടോ അത്. കുഴപ്പമില്ല, രസമുണ്ടാവും. പക്ഷെ ചെറുതാണല്ലേ ഇവിടെ, മറ്റേ ഫ്ലൈറ്റുകൾ വരുന്നതുകൊണ്ട് ചെറുതാക്കിയതാണ്. ഓപ്പൺ ആയിട്ടില്ല, ഫിനിഷിംഗ് സ്റ്റേജിലാണ്. വമ്പൻ റോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും. ആദ്യമേ തന്നെ നേരത്തെ കണ്ട ബിൽഡിംഗ് ഇഷ്ടംപോലെ പാർക്കിംഗ് ലോട്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ സെപ്പറേറ്റ് ബിൽഡിംഗ്സിന്റെ ഷോപ്പിംഗ് മോളൊക്കെ വരുന്നുണ്ടാവും. ഈ ബിൽഡിംഗ് അതേപോലെ തന്നെ അല്ലേ, ആ വെള്ള ബിൽഡിംഗ് നേരത്തെ കണ്ട പോലെ തന്നെ. ബീച്ച് വാക്ക് by Imtiaz. റണ്ണിങ് ബിൽഡിംഗ് ആണെന്നുണ്ടല്ലേ, വൈറ്റ് വണ്ടികളൊക്കെ പാർക്ക് ഇഷ്ടംപോലെ. ഹോട്ടലാണോ
സെന്റാറ. സെന്റാറ എൻട്രൻസ്. മിറാജ് ഹോട്ടലാന്ന് തോന്നുന്നത് കണ്ടിട്ട്. റിയു എന്തോ അത് ഹോട്ടലല്ലേ? റോഡൊക്കെ വമ്പൻ റോഡുകളാണ്. ഹൈവേ പോലെയാണ് റോഡ് ഉണ്ടാക്കിയിട്ട്. അത്രയൊക്കെ ആവശ്യം വരും അത്രയും വലിയ റോഡുകളൊക്കെ. ഐലൻഡ് ബിയാൻസി യൂട്ടേൺ പോണോ ലെഫ്റ്റ് പോണോ? ലെഫ്റ്റ് പോലെ യൂട്ടേൺ പോവാല്ലേ? യൂട്ടേൺ പോണോ ലെഫ്റ്റ് പോലെ? ബീച്ച് ലെഫ്റ്റ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. വില്ലാസ് സമാന ഇവിടെ ബീച്ച് സൈഡ് ആയല്ലേ? വരെയുള്ള വഴി പിന്നെ അങ്ങോട്ട് വഴിയില്ല. ഇത് ബീച്ച് ഹോട്ടൽ ആക്സസ് സീ പോയിന്റ് ഹോട്ടൽ അങ്ങനെയാണ് കഴിയുന്നത്. വെറുതെ പോയിട്ട് വരാം. പണി നടക്കുള്ളൂ നല്ല ഇവിടെ. സീ പോയിന്റ് ഹോട്ടൽ. ഇതിന്റെ അപ്പുറം കടലാണ് അറേബ്യൻ ഗൾഫ്. ഇത് കഴിഞ്ഞ് ഇറാനാന്ന് തോന്നുന്നു. ഇത് ഹോർമൂസ് അല്ല ഹൊമൂസ്. അയ്യോ ഒന്നുമില്ലല്ലോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബീച്ചെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ബീച്ച് ബ്ലോക്ക്ഡ് ആയിരിക്കും. വിൻഡോസ് ഇല്ലേ ബിൽഡിംഗ്? വളരെ നാരോ വിൻഡോസ് അല്ല. ഏതെങ്കിലും സൈഡ് ആയിരിക്കും. സൗത്ത് ആയിരിക്കും. സൗത്തിൽ അധികം വിൻഡോസ് പാടില്ല. അപ്പുറത്ത് കാണുന്ന ബീച്ച് തന്നെ കഴിഞ്ഞു. ഇവിടെ റൗണ്ട് അബൌട്ട് എടുത്ത് തിരിച്ചു വരിക. വേർ ലൈഫ് ഫ്ലവേഴ്സ്. നല്ല ഭംഗിയുള്ള നല്ല വില്ലട്ടാ. ഒരുപാട് സമയം എടുക്കും ഇതൊക്കെ ശരിയായി വരാം. സമാന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇംതിയാസ് സമാന നഖീൽ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ. കുറെ ടെന്റ് പോലെ കാണുന്നുണ്ട്. അത് ചില മാർക്കറ്റാണ് ഇവിടെ ഒന്നും. ഇത് ചിലപ്പോ ഷോപ്പിംഗ് മോളാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പാർക്കിംഗ് ഇഷ്ടം പോലെ എഴുതിയിട്ടില്ലല്ലോ ഇവിടെ. ഒരു സിറ്റി സെന്റർ ലെവലൊക്കെ. നക്കീലിന്റെ മോളോ? മോനില്ലേ നക്കീലിന്? ബീച്ച് കാണാൻ പറ്റും ചിലപ്പോ. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ടല്ലോ അല്ലേ? ഇന്നെന്താണ് സംഭവം? ഇവിടെ വല്ല ബീച്ച് പാർട്ടി ഉണ്ടോ? ഹോട്ടലിൽ ഓപ്പറേഷനിലായിരിക്കും. എന്നാലും ഇത്രയും വണ്ടികള് ഇവിടെയൊക്കെ ഉണ്ടോ? അവിടെ ബീച്ച് അവിടെ പ്രോബ്ലി ബീച്ചിലേക്ക് വന്ന ആൾക്കാരായിരിക്കും അല്ലേ?
പറ്റുമെന്നുള്ളതാണ്. ഇല്ല, പക്ഷെ അവിടെ വണ്ടികൾ ഇട്ടിട്ടുണ്ടല്ലോ. ഓ, അടിപൊളി ബീച്ച് ഇട്ടാ. It's not very deep. But how they came here? I think there is another way. It's both the public beach തന്നെയാണല്ലോ അല്ലേ? ഇപ്പൊ പബ്ലിക് ആയിരിക്കും കുറച്ച് കഴിയുമ്പോ. ചിലപ്പോ ഇതിന് നല്ല ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആര്? ഹോട്ടൽസ്. അതായിരിക്കും ഇത്രയും വണ്ടികൾ. അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വന്ന ആൾക്കാരാണോ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്. ഓ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ. വലിയ തിരയൊന്നും കാണുന്നില്ല ബീച്ചില്. കാമൻ കോയിട്ടാണ്. പോയി നോക്കണ്ടോ? പോയി നോക്കാം. Is she still there in that corner booth? Blue dress, silver rings, sipping something smooth. Is she waiting for me like she used to do? Back when time moved slow in this midnight blue. Is she still there? Is she still there in the corner booth where we used to share? Is she still there? Is she still there? Silver rings like she didn't care. Is she thinking of me when the music plays? All those Tuesday nights in the smoky haze. Is she wondering why I can't walk away from this memory that won't fade away? Is she still there? Is she still there in the corner booth where we used to share? Is she still there? Is she still there? Blue dress, silver rings, like she didn't care. ദുബായ് ബീച്ച്. സ്റ്റാർബക്സ് ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവം. Blue dress, silver rings, blue dress, silver rings, blue dress, silver rings. ദുബായ് ഐലൻഡ് ബീച്ച്. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. ആ സാധനത്തിൻ്റെ ബീച്ചിൻ്റെ. അയ്യോ, അകത്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഫുള്ളാണല്ലേ സംഭവം. കുറേ ആൾക്കാരുണ്ട്. അതറിയാറുന്നെങ്കിൽ പ്രോപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് വരാറുണ്ട്. I am okay. What about you guys? ഇതവിടെ ദുബായ് ഐലൻഡ് ബീച്ച്. ട്രാഫിക്. ഇവിടെ പാർക്കിംഗ് ആണ് പ്രശ്നം. നേരത്തെ വന്നു കഴിഞ്ഞാൽ സ്ഥലം കിട്ടും. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തോക്കാം. അവിടെ
കടല് കാണുന്നുണ്ടല്ലോ. Sometimes we forget that this is a four-wheel drive. No, you know? ഇതില്ലാത്തപ്പോൾ ഈ ഓൾവേസ് ഫോർ-വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ശരിയാക്കായിരുന്നു. മമ്മിക്ക് ഇതാ പ്രൈവറ്റ് ബീച്ച്. മീൻ പിടിക്കാല്ലേ, ചൂണ്ടിട്ടിട്ടിരിക്കാം. ഓ, അവിടെയൊക്കെ നല്ല അടിപൊളി ബീച്ചാട്ടാ. നല്ല ലീഫ്. അങ്ങോട്ട് വണ്ടി പോണോ? അധികം ആളുകൾ വരാത്തൊരു ഇടം, പ്രൈവസി. പ്രൈവറ്റ് ബീച്ച് കണ്ടുപിടിച്ചു. ആ ഹോട്ടലിന്റെ ഭാഗമാണോ അല്ലേ? ഇവിടെ വരുന്ന റിസോർട്ടിന്റെ ഭാഗമായിരിക്കും. അവിടെ എന്താ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ ഉണ്ടല്ലോ അവിടെ ഉണ്ടോ? ആ ബോട്ട് കിടക്കുന്ന സ്ഥലത്ത് ബോട്ടിങ്ങിന്റെ ഒക്കെയാണ് ബീച്ചിലെ സംഭവങ്ങൾ കണ്ടോ. ഓഹോ, എന്താ കളറ് വെള്ളത്തിന്റെ. ഇവരിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് അവിടെ ഒരു പെണ്ണ് സൺ ബാത്തിങ് ഒക്കെ ചെയ്യുന്നു. ക്രൗഡ് ഇല്ലല്ലോ, സുഖമായിട്ട് അവിടെ ടെന്റ് ഒക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക്. ആ അവിടെ വണ്ടി ഇട്ടിട്ടേ അപ്പുറത്തെ പാർക്കിംഗ് ലോട്ടിന്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ്. നമുക്ക് ദിവസം വരായിരുന്നു ഇവിടെ. ഒരാള് ചൂണ്ടിടുന്നു. ആഴമില്ല അല്ലേ ഇവിടെ അധികം. ഇവിടെ ലൈഫ് ഗാർഡ് ഒന്നും ഉണ്ടാവില്ലെന്നുണ്ട്. താന്നു പോയിട്ട് ഞാൻ ഇവിടെ ഗാർഡ് ഉണ്ട് തോന്നുന്നല്ലേ. സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കുക. Hi brother, what is inside? Working, huh? So not other cars are not allowed, no? Only for delivery guys. Okay. Workers. They are building resort? Yeah, not here. Yeah. Another island. Oh, there is another island. Yes. Oh. So they normally brought the items here. Then they ship it. Yeah, they take it. Oh my God. ടൈമിംഗ് Okay, thank you brother. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നതിന് എന്തോ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ വരുന്നതിന്. I don't think there is restriction. You can come in the morning. Morning definitely no restriction. I'm talking about evening. Night, what is the point of coming here? 6 മണി കഴിഞ്ഞ് എന്തായാലും അടയ്ക്കും. ചിലത് നൈറ്റ് ബീച്ച് ഒക്കെ ഉണ്ടല്ലോ. This is not night beach. Night beach ഉണ്ടെങ്കിൽ അവിടെ ഫുള്ള് ലൈറ്റ് ഉണ്ടാവും അവിടെ. ഈ ഭാഗത്തൊക്കെ ഇട്ട് നോക്കാം. ഇവിടുന്ന് ഫയർ ബോക്സ് ഒക്കെ ശരിക്കും കാണാനല്ലേ. അവിടെ ബുർജ് ഖലീഫയുടെ ഫയർ വർക്ക് കാണാം. ഇവിടെ വന്ന് വീഴുമ്പോ കച്ചറയാണ് അവിടെ ഒഴുക്കി വിടുന്ന. അവിടെ നിന്ന് അവിടുത്തെ കൺസ്ട്രക്ഷന്റെ വെള്ളം ഒഴുക്കി വിടുക ഇങ്ങോട്ട്. ഇന്നലത്തെ മഴയുടെ വെള്ളം ആ വെള്ളത്തിലാണ് പിന്നെ ആൾക്കാരുടെ കുളിക്കണത്. ഇന്നലത്തെ ഫ്ലഡിന്റെ ഇന്നലത്തെ വെള്ളത്തിന്റെ മഴയുടെ വെള്ളം. ഇവിടെയും ബീച്ചുണ്ട് കേട്ടോ. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡീപ്പ്. കുറച്ചുകൊണ്ടുള്ളൂ.
ആ ഭാഗത്തൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷെ ഇവിടെ ദിസ് ലുക്സ് ലൈക്ക് മാൻ മെയ്ഡ് അല്ലേ, മാൻ മെയ്ഡ് ആയിട്ടുള്ള എന്തോ. ആ കിളി അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യുന്ന നോക്കി. ചെറിയ തര ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ അതാ അവിടെ കാണാം ഉണ്ടോ. പിന്നെ കുറേ കപ്പലൊക്കെ എടുക്കുന്നതാണ് അവിടെ വലുത്. കുറേ ബിൽഡിങ്ങുകളുണ്ട്, കൺസ്ട്രക്ഷൻ, ബോട്ടുകൾ. ആ ഒരു സാധനം കിടക്കുന്നുണ്ട്, അത് ബുർജ് അൽ അറബ് തോന്നുന്നു അല്ലേ. ആ നിൽക്കുന്നത് എന്താ ബുർജ് അൽ അറബ്. ഓക്കെ, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാകണ്ടോ ഈ സാധനം 10 സൂം. ഒരു കണ്ടിട്ടൊരു ഷാർക്ക് നിൽക്കുന്ന പോലെ ഉണ്ട് അവിടെ വെള്ളത്തിൽ. ഓ അതാ എനിക്ക് തോന്നുന്നു അത് ബുർജ് അൽ അറബ് അറിഞ്ഞ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് അല്ലെന്ന് തോന്നുന്നു കേട്ടോ, അത് വേറെന്തോ സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഒരു യോട്ടാണ്, മറ്റേ പായക്കപ്പൽ പോലും സംഭവമല്ലേ, അതാണ് സംഭവം. ഞാൻ വിചാരിച്ചു ബുർജ് അൽ അറബാണ്. ആ ഫ്ലോട്ടിങ് ബുർജ് അൽ അറബ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന കണ്ടല്ലേ. ഓ എന്താ ഷോട്ട് ഇവിടുന്ന്, എൻ്റെ പൊന്നോ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടുന്ന് പോകാം. ഇതാ അവിടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോയോക്കല്ലേ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുക നല്ലായിരുന്നു അല്ലേ. ഒരു ദിവസം നമ്മൾ അറ്റ്ലാന്റിസിന്റെ അവിടെ പോയി എന്നിട്ട് ഫോട്ടോ എടുത്തവരും നമ്മൾ ഓടിച്ചു കണ്ടില്ലേ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് ഫൈനാണ്, ഭയങ്കര ഫൈൻ. പക്ഷെ ഇവിടെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. So many people don't know about ഇവിടെ കണ്ടോ, അവിടെ ഒരു വാക്ക് വേ ഒക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങോട്ട് പോകാൻ. ഇതിപ്പോ നമ്മൾ ആ റോഡ് കണ്ടില്ലായിരുന്നെങ്കിൽ നേരെ ഓടിച്ചു പോയിരുന്നില്ലേ. പലരും അത് ശ്രദ്ധിച്ചു വരില്ല. അങ്ങനെ നമ്മളിപ്പോ കണ്ടത് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ കാരണം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് മനസ്സിലാവേണ്ടത് എന്താണെന്നല്ലേ. അവിടെ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ നമ്മളതിലിപ്പോ ഒരു 4-wheel ഡ്രൈവ് ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോ ഈ വഴിക്ക് വന്നു, അല്ലെങ്കിൽ ഇല്ലല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി എടുക്കാൻ തോന്നില്ലല്ലോ. ഇതവിടെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, എന്താ ഇരിക്കുന്നത് നക്കീൽ മറീനാസ്. ഒന്ന് പോയി നോക്കാം അല്ലേ. ഇതാ ഇവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഗ്രീനറി ഒന്നും അധികം വെച്ച് തുടങ്ങിയിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. അവിടെ പറഞ്ഞപ്പോഴേക്കും കുറച്ച് ഗ്രീനറി വന്നു. ഇവിടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അത് മൊത്തം ബോട്ട് ഡോക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഹലോ അയ്യോ സെക്യൂരിറ്റി ഉണ്ട്, ദുബായ് എയർലൈൻസ് സെക്യൂരിറ്റി. നടന്നു പോകാനൊക്കെ പറ്റൂല്ലേ അങ്ങോട്ട്, ഓൺലി ഫോർ മെമ്പർഷിപ്പ് ആണല്ലോ നമ്മളല്ലേ. പക്ഷെ ഇവിടെ നോക്കാം ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ കണ്ടില്ലേ എന്തോരം ബോട്ടുകളവിടെ ഇട്ടിരിക്കുന്നു അല്ലേ. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ പുതിയത് വരുന്നുണ്ടല്ലോ, അതന്നെയാണോ അത്? അല്ല പുതിയത് ഇങ്ങനെ കണ്ടോ ഒരു സാധനം വരുന്നു. ഒരു ഷിപ്പിന്റെ ഒരു ഷേപ്പ് ഇല്ലേ, ഇങ്ങനെ വളഞ്ഞിട്ട്
ഓ ഒരു ആ ഷിപ്പിന്റെ സൈസ് ഉണ്ടല്ലേ, ഒരു ബിൽഡിംഗ് നിൽക്കണ പോലെ. ആ ബിൽഡിങ്ങിന്റെ അത്രയല്ലേ ഇരിക്കുന്നത്. ശരിക്കും എത്ര ഫ്ലോർ ഉണ്ട് നോക്കട്ടെ, 16. ദുബായ് അയൺസ് മറീന. അവിടെ ഓ ഇവിടെ കയറാൻ പറ്റില്ലല്ലേ, അവിടെ ഗേറ്റ് ഉണ്ട്. ചൂടൊക്കെ വന്നിട്ട് പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന അവിടെ. കൊള്ളാം. കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഒരു വലിയ പ്ലെയിൻ പോകുന്നു. 380 ആണോ അത്? എന്ത് സൈസല്ലേ. അത് തന്നെയാണോ അത് 380? അതെ അതെ ഉണ്ടല്ലോ, എന്താ വമ്പൻ സൈസ്. നേരെ ചെന്നിട്ട് ആ ബ്രിഡ്ജിലേക്കായിരിക്കും കയറുന്നത്. റോഡ് സ്ലോ. പാലത്തിന്റെ അടി കൂടെ പോയി നോക്കാം. ദുബായ് ഐലൻഡ് പാലം. ഓ വലിയൊരു അബ്രല്ല എന്താ പറയാ, വണ്ടികളെ കൊണ്ട് അധികം ഇറാനിക്കൊക്കെ പോകുന്നവനായിരിക്കും. ഇത് മോസ്കാണോ? അത് ഇങ്ങനെ സ്ലൈഡാണ്. സ്കൂളാണോ മോസ്കോ? എന്നിട്ടത് ഒരു പിടുത്തപ്പെട്ടതല്ല. വിചിത്രമായ ബേസിക് സേഫ്റ്റി റൂൾസ്. എന്നിട്ടാ ഐഡിയ കണ്ടിട്ടൊരു മോസ്ക് ലുക്ക് ഉണ്ട്. പക്ഷെ സ്ലൈഡ് അവിടെ ഇവിടെ ആയിട്ട് വെറുതെ കുറെ റൗണ്ട് ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവന്മാര്. എന്താണ് ഒരു പ്രശ്നം? നോക്കിയൊക്കെ ചോദിച്ചോക്കെ എന്താണ്. അതിന്റെ ഒരു സ്ട്രക്ചറാന്ന് തോന്നുന്നത്. ഒരു 2 സൈഡിൽ ഇങ്ങനെ ഒരു നേരെ പോയാലും കടൽ തന്നെ കേട്ടോ അല്ലേ. ആ കടലോടില്ലേ. അതായിരിക്കും അടുത്ത ഐലൻഡ് അല്ലേ അപ്പുറത്തോട്ട്. ഐലൻഡ്സ് തമ്മിൽ എങ്ങനെ കണക്ഷൻ? ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ടല്ലോ. അത് പോർട്ടായല്ലേ, നമ്മളിപ്പോ ഏത് പോർട്ടാണ്? പക്ഷെ പോർട്ട് റാഷിദ് അവിടെ അല്ലേ, നമ്മള് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടില്ല അങ്ങോട്ട് വന്നത്. ഓ ഒരു പാലം നോക്കി, ബോട്ട് ജെട്ടിയാണോ അത്? ബോട്ട് ജെട്ടി. അവിടെ കുറെ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഏത് ബിൽഡിംഗ് ആയിരിക്കും ഇതൊക്കെ? അജ്മാനൊന്നും ആവാൻ കഴിയില്ല. പിന്നെ പോവാ